ഹലോ, സർ. സ്ക്രീൻ കാണാലോ? കാണാം. സോ മൊഡ്യൂൾ 5 ആദ്യത്തെ 3 ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദറ്റ് ഈസ് MNCs, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, എൻവയോൺമെന്റൽ എത്തിക്സ് ആൻഡ് ബിസിനസ് എത്തിക്സ്. Then moving on, next topic, that is computer ethics. How can you define computer ethics? നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. എന്താ കമ്പ്യൂട്ടർ എത്തിക്സ്? Anyone? Yes, sir. Computer ethics. How can you define computer ethics in your own words? Rules and regulation to follow Ah. while using computer network. Okay, computer or network related activities ചെയ്യുമ്പോൾ what are the rules we have to follow, അല്ലേ? അല്ലെങ്കിൽ what are the code of conducts we have to follow while using computers and networks? That is purely computer ethics. So it can be defined as study and analysis of nature and social impact of computer technology. The underline the word social impact of computer technology. Or it is defined as the formulation and justification of policies for ethical use of computers. So കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള, അത് കമ്പ്യൂട്ടർ ഓൺ ആവാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഇന്റഗ്രേഷൻ എന്നുള്ള നിലക്കാവാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂസേജിന്റെ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്ന കോഡ്സ് ഓഫ് കണ്ടക്ട്സ് അല്ലെങ്കിൽ പോളിസീസ്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വലിയ എമേർജിങ് ഏരിയ ആണ് computer ethics. So these ethics are related to all the computer professionals such as programmers, analysts, operators and designers, etc. അപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ജോബ് ആണെങ്കിലും ആ മേഖലയിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടുന്ന കുറച്ച് കോഡ്സ് ഓഫ് കണ്ടക്ട്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇതിനെയൊക്കെയാണ് ജനറലി പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ കമ്പ്യൂട്ടർ എത്തിക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ നിങ്ങളിപ്പോൾ നാളെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇൻഡസ്ട്രി മേഖലയിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. ചില ആൾക്കാർ സോഫ്റ്റ്വെയർ ഫീൽഡൊക്കെ ചൂസ് ചെയ്യും. ഇനി ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്കിപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയിൽ കിട്ടിക്കഴിഞ്ഞാലും മേ ബി നമുക്ക് കിട്ടുന്ന ഓഫീസ് വർക്കുകളായിരിക്കും. ഓഫീസ് വർക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് നെറ്റ്വർക്സിനെയും കമ്പ്യൂട്ടേഴ്സിനെയും ആയിരിക്കും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ വാട്ട് ആർ ദ ബേസിക് ആസ്പെക്ട്സ് ഓഫ് കമ്പ്യൂട്ടർ എത്തിക്സ്? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ എത്തിക്സിന്റെ മേഖലകൾ? എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് നമുക്ക് ഇതിനൊരു മിസ്യൂസിങ് നടക്കുക എന്നുള്ളത്, ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. One should never use a computer to harm the people, means anti-social activities. One should never use a computer to interfere with others' work, to snoop into the onto the other's file, to steal a computer or data, to bear a false witness, to use or copy a software, to use others' intellectual properties, so intellectual output, then to use or copy others' software without compensation, doing without thinking of social consequences. Always use a computer, ensuring consideration and respect towards fellow being. ഇപ്പൊ നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു അൺഎത്തിക്കൽ ആക്ടിവിറ്റി നടന്നതെന്ന് നമ്മൾ പറയാം. സോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വേറൊരാളുടെ ഡാറ്റാസിനെ നമ്മൾ ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് അൺഎത്തിക്കൽ ബിഹേവിയർ ആണ്. അതേപോലെ മറ്റുള്ള ഒരാളുടെ കോപ്പികൾ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ രചനകളും കാര്യങ്ങളും നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ കോപ്പി ചെയ്യും, അത് നമ്മുടെ വർക്ക് ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ വയലേഷൻ ഓഫ് IPR എന്ന് പറയുന്നത്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അപ്പോൾ അങ്ങനെ പല പല മേഖലകളിൽ അൺഎത്തിക്കൽ ആക്ടിവിറ്റീസിനുള്ള സാധ്യതകൾ ബൈ യൂസിങ് കമ്പ്യൂട്ടർ നമ്മുടെ മുമ്പിലുണ്ട്. സോ ആ അൺഎത്തിക്കൽ ബിഹേവിയറിൽ നിന്നും ഒരു പ്രൊഫഷണൽ എഞ്ചിനീയർ എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഫോളോ ചെയ്യരുത്. നമ്മൾ എത്തിക്കൽ ബിഹേവിയർ നമ്മളെപ്പോഴും ഫോളോ ചെയ്യണം. സോ ഹൗവർ ദീസ് എത്തിക്സ് ആർ ഫേസിംഗ് ലാഗ്സ് ഇൻ today's world, a very small section of concerned individuals seems to be following these ethics. A large section seems to be violating these ethics. ഇപ്പോഴത്തെ പ്രസന്റ് സെനാരിയോ എന്ന് പറയുന്നത് നമ്മൾ കോമ്പറ്റീഷൻ ആണ്. വേൾഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫുൾ ഓഫ് കോമ്പറ്റീഷൻ ആണ്. ആ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് എത്തിക്സ് എന്നുള്ളതിന് വളരെ ചെറിയ പ്രാധാന്യം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പ്രൊഫഷണൽ എഞ്ചിനീയർ എന്നുള്ള നിലക്ക് നമ്മളെപ്പോഴും എത്തിക്സിന്റെ കോഡ്സ് ഓഫ് കണ്ടക്ട്സിനെ നമ്മൾ ഒബേ ചെയ്ത് മുമ്പോട്ട് പോകണം. അതിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ
ഇപ്പോഴത്തെ സിനാരിയോ എന്ന് പറയുന്നത് എ ലാർജ് സെക്ഷൻ സീംസ് ടു ബി വയലേറ്റിംഗ് ദീസ് എത്തിക്സ് എന്നാണ്. അതായത് ഇത്രയും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ അൺഎത്തിക്കൽ ബിഹേവിയർ പോസിബിൾ ആണോ അതൊക്കെ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ ടൈപ്സ് ഓഫ് ഇഷ്യൂസ്, എന്തൊക്കെ രീതിയിലുള്ള ഇഷ്യൂസ് ആണ് ഒരു കമ്പ്യൂട്ടറിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ എന്തൊക്കെ അൺഎത്തിക്കൽ ആക്ടുകളാണ് ഒരു കമ്പ്യൂട്ടർ ഉപയോഗം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആർ ഫൗണ്ട് ഇൻ കമ്പ്യൂട്ടർ എത്തിക്സ്. ഇപ്പൊ കമ്പ്യൂട്ടർ എത്തിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കുറച്ച് പ്രോബ്ലംസിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കാറ്റഗറി, കമ്പ്യൂട്ടർ ആസ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് അൺഎത്തിക്കൽ ആക്ട്. അൺഎത്തിക്കൽ ആക്ടുകളുടെ അല്ലെ അൺഎത്തിക്കൽ പെർഫോമൻസുകൾക്കുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് പലപ്പോഴും നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ദ യൂസേജ് ഓഫ് കമ്പ്യൂട്ടർ റീപ്ലേസസ് ദി ജോബ് പൊസിഷൻസ്. ദിസ് ഹാസ് ബീൻ ഓവർകം ടു എ ലാർജ് എക്സ്റ്റെന്റ് by readjusting work assignments and training everyone on computer applications such as word processing, editing and graphics. അപ്പോൾ ഒന്ന് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ യൂസേജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ജോബ്. നമുക്കറിയാം കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതിന് മുമ്പും ഈ ലോകത്ത് കമ്പനികളും ആ കമ്പനികളിൽ വർക്കുകളും എല്ലാം നടന്നിട്ടുണ്ട്. ബട്ട് കമ്പ്യൂട്ടറിന്റെ ഉപയോഗം തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്മുടെ സൊസൈറ്റിയിൽ ഒന്നുകൂടി ഫെമിലിയർ ആയി തുടങ്ങിയപ്പോൾ നമ്മൾ പല കാര്യങ്ങൾക്കും കമ്പ്യൂട്ടർ വെച്ചിട്ട് റീപ്ലേസ്മെന്റ്സ് നടത്തും. അതായത് പല മാനുവൽ വർക്ക്സും നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് മാറാൻ തുടങ്ങി അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കമ്പ്യൂട്ടർ റീപ്ലേസസ് ദ ജോബ് പൊസിഷൻസ്. പണ്ടുണ്ടായിരുന്ന കണ്ടന്റ് റൈറ്റർ അല്ലെങ്കിൽ ഇതേപോലെ അക്കൗണ്ടിങ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ഓഫ് ഹാൻഡ് റൈറ്റിംഗ് വർക്ക്സ് ആയിരുന്നു. ബട്ട് അതൊക്കെ മാറിയിട്ട് ഓരോ ജോബ് പൊസിഷൻസ് തന്നെ മാറി. അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്കൗണ്ടിങ്ങും അതിനു വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകളും അങ്ങനെയൊക്കെ മാറി. ഇപ്പൊ ഈ കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് ലോകത്ത് അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബട്ട് കമ്പ്യൂട്ടർ ആ ഒരു ജോബ് പൊസിഷൻ അങ്ങനെ തന്നെ മാറ്റി. അപ്പൊ അങ്ങനെ വന്നപ്പോ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകളും ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് സോഫ്റ്റ്വെയറുകളെ പറ്റിയും ആപ്ലിക്കേഷൻസിനെ പറ്റിയൊക്കെ കൂടുതൽ പഠിക്കേണ്ടുന്ന ഒരു ആവശ്യം വന്നു. സോ കമ്പ്യൂട്ടർ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യാണ്. നമുക്ക് അൺഎത്തിക്കൽ ആക്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജോബ് റീപ്ലേസ്മെന്റ് തന്നെയാണ്. അത് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യും, നമുക്ക് അന്നേരം പറയാം. ദെൻ ബ്രേക്കിംഗ് പ്രൈവസി. കമ്പ്യൂട്ടർ ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ഫോർ ബ്രേക്കിംഗ് പ്രൈവസി. പ്രൈവസിയെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് കമ്പ്യൂട്ടർ പലപ്പോഴും മാറാറുണ്ട്. ഇൻഫർമേഷൻ ഓർ ഡാറ്റ ഓഫ് ദ ഇൻഡിവിജ്വൽസ് ആക്സസ്ഡ് ഓർ എറേസ്ഡ് ഓർ ദ ഓണർഷിപ്പ് ചേഞ്ച്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ ഡാറ്റാസ് അല്ലെ, നമുക്ക് തന്നെ അറിയാം, നമുക്ക് കമ്പ്യൂട്ടർ അത്യാവശ്യം ഹാക്കിംഗ് ഒക്കെ വശമുണ്ടെങ്കിൽ വേറൊരാളുടെ പേഴ്സണൽ ഡാറ്റാസ്, അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, ഇനി അയാളുടെ മറ്റ് പല ഡാറ്റ, ഇത് ബാങ്ക് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് കയറിയിട്ട് ഒരാളുടെ അയാളുടെ ഷെയർ ചെയ്തതിന് നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും, അതായത് മായ്ച്ചു കളയാൻ പറ്റും. ഇനി ഒരാളുടെ കമ്പ്യൂട്ടർ പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളായിട്ട് ഫോർമാറ്റ് ചെയ്യാൻ വരെ ഇപ്പോഴത്തെ കാലത്ത് സെറ്റപ്പ് ഉണ്ട്. സോ ഒരാളുടെ പ്രൈവസി, ഒരാളുടെ സ്വകാര്യതയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനും അവിടെ വേണ്ടുന്ന കൂട്ടിച്ചേർക്കലുകളും വേണ്ടുന്ന മായ്കലുകളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ടൂൾ ആയിട്ട് കമ്പ്യൂട്ടർ മാറിയിട്ടുണ്ട്. which is a very very serious unethical acts breaking privacy. So computer as an instrument for breaking privacy is a type of issue. Then computer as the object of unethical act. ചില അൺഎത്തിക്കൽ ആക്ടുകൾക്കുള്ള ഒബ്ജക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിന്, നേരത്തെ പറഞ്ഞത് അൺഎത്തിക്കൽ ആക്ടുകൾക്കുള്ള ഇൻസ്ട്രുമെന്റ്, ഉപകരണമായിട്ട് മാറുകയാണ്. ചില സമയത്ത് കമ്പ്യൂട്ടർ എന്നുള്ളത് അൺഎത്തിക്കൽ ആക്ടുകൾക്കുള്ള ഒരു ഒബ്ജക്റ്റ്. ഇറ്റ് മീൻസ് ഒരു വസ്തു, അൺഎത്തിക്കൽ ആക്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വസ്തുവായിട്ട് കമ്പ്യൂട്ടർ മാറുന്നു. എങ്ങനെയാണ് അൺഎത്തിക്കൽ ആക്ടുകൾക്കുള്ള ഒബ്ജക്റ്റ് ആയി മാറുന്നത്? ഫോർ യൂസിങ് കമ്പ്യൂട്ടർ യൂസിങ് ഫോർ ഹാക്കിംഗ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, വേറൊരാളുടെ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുക തന്നെയാണ് ഹാക്കിംഗ്. നമ്മൾ തന്നെ പലപ്പോഴും ന്യൂസുകളിൽ കാണാറുണ്ട്. പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പല വെബ്സൈറ്റുകളും ഹാക്ക് ചെയ്യപ്പെട്ടു, സംസ്ഥാന ഗവൺമെന്റിന്റെ ഹാക്ക് ചെയ്യപ്പെട്ടു, ചില എമിനന്റ് പേഴ്സണാലിറ്റീസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ. സോ ഹാക്കിംഗ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്, അൺഎത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ഹാക്കിംഗ് ആണ്. അത് പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ല. അതിന് നിയമത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഹാക്കിങ്ങുകളാണ്. അത് പല കാര്യങ്ങൾക്കും, ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടും മറ്റ് ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പെർമിഷൻ ഗ്രാൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ് എത്തിക്കൽ ഹാക്കിംഗ്. ബട്ട് നമ്മൾ ഇപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയി കിടക്കുന്നത് അൺഎത്തിക്കൽ ഹാക്കിംഗ് ആണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ രാജ്യത്തിന്റെ പല വെബ്സൈറ്റുകളും, കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അങ്ങനെയുള്ള തുടങ്ങിയ വെബ്സൈറ്റുകൾ അടക്കം നമ്മുടെ സംടൈംസ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് പോലും വൺസ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഐ തിങ്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്.
അപ്പോൾ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സോഫ്റ്റ്വെയർ ഈസ് സ്റ്റോളൻ ഓർ ഇൻഫർമേഷൻ ഈസ് ആക്സസ്ഡ് ഫ്രം അതർ കമ്പ്യൂട്ടേഴ്സ്. This may cause financial loss to the business or violation of privacy rights of the individuals or business. അപ്പോൾ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്ന്, ഒരു ഔട്ട്സൈഡിൽ നിന്നുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വേറൊരാളുടെ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റാസിനെയും അല്ലെങ്കിൽ വേറൊരാളുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത സോഫ്റ്റ്വെയറുകളെയൊക്കെ ആക്സസ് ചെയ്യുകയും അതിലേക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഹാക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന് മേ ബി ഒരുപാട് ഫിനാൻഷ്യൽ ലോസുകളും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ബിസിനസ് അതുപോലെ തകരാൻ വരെയുള്ള കാരണമായി മാറിയേക്കാം. ഇൻ കേസ് ഓഫ് ഡിഫൻസ് ഇൻഫർമേഷൻ ബീങ് ഹാക്ഡ്, ദിസ് മേ എൻഡേഞ്ചർ ദ സെക്യൂരിറ്റി ഓഫ് ദ നാഷൻ. ഒരു രാജ്യത്തിന്റെ ഡിഫൻസ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും വെബ്സൈറ്റുകളോ സോഫ്റ്റ്വെയറുകളോ ഹാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന രീതിയിലേക്ക് മാറും. സോ അവിടെ കമ്പ്യൂട്ടർ ഈസ് എൻ ഒബ്ജക്ട് ഫോർ അൺഎത്തിക്കൽ ആക്ട് ആണ്. വേറൊന്ന് സ്പ്രെഡിങ് വൈറസ്. കമ്പ്യൂട്ടർ ഈസ് എൻ ഒബ്ജക്ട് ഫോർ സ്പ്രെഡിങ് വൈറസ്. നമുക്കറിയാം വൈറസ്, സോഫ്റ്റ്വെയർ വൈറസുകൾ അല്ലെങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ് ഫീൽഡിലുള്ള അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള വൈറസുകൾ, നമുക്ക് പാത്തോജനിക് അല്ലെങ്കിൽ രോഗങ്ങൾ പരത്തുന്ന വൈറസുകൾ ഉണ്ട്. അതല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറുകൾക്കൊക്കെ അധികം നമ്മൾ പറയും വൈറസ് എഫക്ട് ചെയ്തു, എന്റെ മദർ ബോർഡ് അടിച്ചു പോയി, അങ്ങനെയൊക്കെ പറയും അല്ലെ. സോ വൈറസിനെ സ്പ്രെഡ് ചെയ്യാനും പറ്റും. ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ വെപ്പൺ ആണ് ആക്ച്വലി വൈറസ് എന്ന് പറയുന്നത്. സോ ത്രൂ ഇമെയിൽ ഓർ അതർവൈസ് അതർ കമ്പ്യൂട്ടേഴ്സ് ആർ ആക്സസ്ഡ് ആൻഡ് ദ ഫയൽ ആർ ഇറൈസ്ഡ് ഓർ കണ്ടന്റ്സ് ചേഞ്ച്ഡ് ഓൾ ടുഗദർ. ദീസ് അഗെയിൻ കോസ് ഫിനാൻഷ്യൽ ലോസ് ഓർ മെന്റൽ ടോർച്ചർ ടു ദി ഇൻഡിവിജ്വൽസ്. നമ്മൾ ചില വെബ്സൈറ്റുകളൊക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില എന്താ പറയാ റിമൈൻഡർ മെസ്സേജുകൾ വരും. അതായത് ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം അതിനെ എഫക്ട് ചെയ്യും അല്ലെങ്കിൽ വൈറസ് എഫക്ട് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ ചില ലിങ്കുകൾ നമുക്ക് വാട്സപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്ത് കിട്ടും. നമ്മൾ ആ ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ഫോൺ തന്നെ ഷട്ട് ഡൗൺ ആവും, അല്ലെങ്കിൽ ഫോണിലുള്ള എല്ലാ ഡാറ്റാസും നഷ്ടപ്പെടും. അങ്ങനെയുള്ള കുറച്ച് വൈറസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സോഫ്റ്റ്വെയർ റിലേറ്റഡ് വൈറസുകളുണ്ട്. അപ്പോൾ അവിടെ ആ വൈറസിനെ ജനറേറ്റ് ചെയ്യാനും ആ വൈറസിനെ സ്പ്രെഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒബ്ജക്ട് എന്നുള്ളത് കമ്പ്യൂട്ടറാണ്. സോ കമ്പ്യൂട്ടർ ഈസ് എൻ ഒബ്ജക്ട് ഫോർ spreading virus, which is a unethical act. Okay, then health hazard. Computer is an object for health hazard. Adum or unethical issue ആണ്. The computer pose threat during their use as well as during disposal. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലെ. കമ്പ്യൂട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന റേഡിയേഷൻസും മറ്റ് ഈ സ്ക്രീനിൽ നിന്ന് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റ്സും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ ഹിയർ കമ്പ്യൂട്ടർ ഈസ് എൻ ഒബ്ജക്ട് ഫോർ ഹെൽത്ത് ഹസാർഡ്. സോ അതും ഒരു അൺഎത്തിക്കൽ ആക്ട് ആണ്. സോ അൺഎത്തിക്കൽ ആക്ട് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് വെൽബീയിങ്ങിന് എതിരായിട്ട് വരുന്ന എന്ത് ആക്ടുകളെയും നമ്മൾ അൺഎത്തിക്കൽ ആക്ട് എന്ന് പറയും. സോ കമ്പ്യൂട്ടർ നമുക്കിപ്പോൾ ഇവിടെ 3 രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കമ്പ്യൂട്ടർ ഈസ് എൻ ഒബ്ജക്ട് ഫോർ ഹാക്കിംഗ്, കമ്പ്യൂട്ടർ ഈസ് എൻ ഒബ്ജക്ട് ഫോർ സ്പ്രെഡിങ് വൈറസ്, കമ്പ്യൂട്ടർ ആസ് എൻ ഒബ്ജക്ട് ഫോർ ഹെൽത്ത് ഹസാർഡ്. ഇത്രയും പ്രോബ്ലംസ്. ഇനി അതേപോലെയുള്ള വേറൊരു കമ്പ്യൂട്ടർ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ പറഞ്ഞത്. പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദി ഓട്ടോണോമസ് നാച്ചർ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ നമുക്കറിയാം ഓട്ടോമാറ്റിക് എലമെന്റ് ആണ് അല്ലെ, ഓട്ടോമേറ്റഡ് ആണ്, ഹൈലി ഓട്ടോമേറ്റഡ് എലമെന്റ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ ഒരു ഓട്ടോമേറ്റഡ് നാച്ചർ അല്ലെങ്കിൽ ഓട്ടോണോമസ് നാച്ചർ കൊണ്ട് കമ്പ്യൂട്ടർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഹാംഫുൾ ആയിട്ട് തരുന്ന കുറച്ച് റിസ്കുകളുണ്ട്, കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന്റെ ഓട്ടോണോമസ് നാച്ചർ കാരണം നമുക്ക് വരുന്ന ഹാംഫുൾ എഫക്ട്സ് അല്ലെങ്കിൽ അൺഎത്തിക്കൽ ബിഹേവിയർസ് എന്തൊക്കെയാണ്. ഒന്ന്, സെക്യൂരിറ്റി റിസ്ക്. കമ്പ്യൂട്ടർ നമ്മളറിയാം ഓട്ടോണോമസ് ആണ്, അതായത് ഹൈലി ഓട്ടോമേറ്റഡ് എലമെന്റ് ആണ്. നമ്മൾ മാനുവലി സ്വിച്ച് ഓൺ ചെയ്യുകയും നമ്മൾ പ്രോഗ്രാം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് വേറെ മാനുവൽ ജോബുകൾ പരമാവധി റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഉള്ള ഒരു സെക്യൂരിറ്റി റിസ്ക്, നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മൾ ഡാറ്റാസ് സീക്രട്ട് കോഡൊക്കെ വെച്ച് അല്ലെങ്കിൽ സീക്രട്ട് ഫയൽസ് ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്താലും അതിനെയൊക്കെ പലപ്പോഴും ചോർത്താനും അല്ലെങ്കിൽ അതൊക്കെ എടുക്കാനും ഒക്കെ, ഈവൻ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും ബാങ്കിൽ നിന്ന് ഉള്ള പണം വിഡ്രോ ചെയ്യാൻ പോലും ഇപ്പൊ പറ്റുന്നുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പം അവിടെ ഒരു ഹൈലി സെക്യൂരിറ്റി റിസ്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പം സെക്യൂരിറ്റി റിസ്ക് ഈസ് എൻ റിസൾട്ട് ഓഫ് ഓട്ടോണമസ് നാച്ചർ ഓഫ് കമ്പ്യൂട്ടർ. ദെൻ ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്സ്, റിസ്ക് ആൻഡ് ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്സ്
human lives lost by computer in the operation control of military weapons. There is a dangerous instability in automated defense system. An unexpected error in the software or hardware or conflict during the interfacing between the two may trigger a serious attack and cause irreparable human loss before the error is traced. അതായത് നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ ഈ ഓട്ടോണമസ് നാച്ചർ ഉള്ളത് കൊണ്ടാണ് ഓരോ രാജ്യത്തിന്റെയും ഡിഫൻസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ പലപ്പോഴും വെപ്പൺസിനെ പോലും കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം, ഒരു മിസൈൽ കൺട്രോളിങ്. മിസൈലിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മിസൈൽ ഇന്ന സ്ഥലത്ത് വിക്ഷേപിക്കണം എന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ മിസൈൽ ഇന്ന സ്ഥലത്ത് എത്തണമെന്നും അവിടെ പോയി പതിക്കണമെന്നും അവിടെ ഇത്ര ടൈമിൽ പോയിട്ട് വീഴണം എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് അതിന്റെ എന്താ പറയുക 0 to 100% അതിന്റെ കൺട്രോളിങ് ആക്ഷൻസും അതിന്റെ എല്ലാ ഡീറ്റെയിലിങ്ങും കൺട്രോൾ ചെയ്യുന്നത് ബൈ ദി യൂസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ഇൻ കേസ് ഒരു അൺഎക്സ്പെക്ടഡ് എറർ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഈ ഒരു കൺട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മിലിറ്ററി ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സോഫ്റ്റ്വെയറിനകത്ത് ഒരു എറർ വന്നു കഴിഞ്ഞാൽ, ഒരു മൈന്യൂട്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് എറർ അവിടെ ഒക്കർ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കാരണം ഒരു സീരിയസ് പ്രോബ്ലം ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പം നമ്മളെ നാട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓൺ നാഷൻ തന്നെ ചിലപ്പോൾ എന്തുണ്ടാവാം, വലിയ റിസ്ക് അതിന്റെ പേരിൽ ഫേസ് ചെയ്യേണ്ടി വരാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ വന്ന എറർ കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ വേറെന്തെങ്കിലും എറർ കാരണം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള കൺട്രോളിങ് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് ഹ്യൂമൻ ലൈഫ്സ് ഒക്കെ എന്താവും, നഷ്ടപ്പെടും. ഒരുപാട് മനുഷ്യന്മാരും മൃഗങ്ങളും മറ്റ് റിസോഴ്സുകളൊക്കെ നഷ്ടപ്പെടും. സോ കമ്പ്യൂട്ടറിന്റെ ഓട്ടോണോമസ് ആ ഒരു നാച്ചുറിനെ കൊണ്ട് മാത്രമാണ്, അല്ലെ അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഡിഫൻസ് മേഖലയിൽ പോലും കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ആ ഓട്ടോണോമസ് നാച്ചുറലും ചിലപ്പം പ്രശ്നം വരാം. നമുക്കിപ്പോൾ മനുഷ്യന്മാർക്ക് ഉള്ളതിനെ പോലെ തന്നെ കമ്പ്യൂട്ടറിനും കഴിവുണ്ട് എന്ന് നമുക്ക് ഒരു പരിധി വരെയേ പറയാൻ പറ്റുള്ളൂ. മനുഷ്യർക്ക് വിവേക ബുദ്ധിയുണ്ട്, പക്ഷെ എന്തില്ല, യന്ത്രങ്ങൾക്ക്, റോബോട്ട്സുകൾക്കും ഈ പറയുന്ന കമ്പ്യൂട്ടറുകൾക്കൊന്നും വിവേക ബുദ്ധി എന്ന് പറയുന്ന കാര്യമില്ല. അപ്പൊ അവിടെ നമ്മൾ വാട്ട് വി ആർ പ്രോഗ്രാം അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഒരു മൈന്യൂട്ട് ഫ്രാക്ഷൻ ഓഫ് എറർ വന്നു കഴിഞ്ഞാൽ അത് മേ ബി അവിടെയുള്ള ഒരുപാട് ഇൻഡിവിജ്വൽസിന്റെ ജീവിത പ്രശ്നമായിട്ട് മാറാം. ദെൻ എത്തിക്കൽ പ്രോബ്ലംസ് ഇനീഷ്യേറ്റഡ് ബൈ ദ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ വർക്ക് പ്ലേസ്. ഒരു ജോലി സ്ഥലത്ത് കമ്പ്യൂട്ടർ കാരണം തുടങ്ങാവുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കാരണം വരാവുന്ന പ്രധാനപ്പെട്ട എത്തിക്കൽ പ്രോബ്ലം ഒന്ന്, എലിമിനേഷൻ ഓഫ് റൂട്ടീൻ ആൻഡ് മാനുവൽ ജോബ്സ്. അത് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ജോലി നഷ്ടപ്പെടുക, അതായത് നമുക്കൊരു ജോലി ഇല്ലാത്ത അവസ്ഥയിലേക്ക് പലരെയും തള്ളിവിടപ്പെടുക എന്നുള്ളതിന്റെ ഒരു പ്രധാന കാരണം കമ്പ്യൂട്ടേഴ്സ് ആണ്. ദിസ് ലീഡ്സ് ടു അൺഎംപ്ലോയ്മെന്റ്, ബട്ട് ദ ക്രിയേഷൻ ഓഫ് സ്കിൽഡ് ആൻഡ് IT enabled service jobs are more advantageous for the people. Initially, this may require some upgradation of their skills and knowledge, but a formal training will set this problem right. For example, in place of a typist, we have a programmer or an accountant. ഇവിടെയാണ് ഞാൻ ആദ്യം ഈ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യം വരുന്നത്. പണ്ട് ഈ കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പും ലോകത്ത് എല്ലാ കമ്പനികളും പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കമ്പനികൾക്കൊക്കെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളും സെഗ്മെന്റേഷൻസും ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ എംപ്ലോയീസ് ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ബൈ ഹാൻഡ് എഴുതി ഉണ്ടാക്കിയ ഡോക്യുമെന്റേഷൻ വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് കമ്പ്യൂട്ടേഴ്സ് വന്നതോട് കൂടിയിട്ട് എന്തായി, അതൊക്കെ റീപ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പൊ ടൈപ്പിസ്റ്റ് എന്നുള്ള തസ്തിക ഇല്ലാതായി, ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു ജോബ് പൊസിഷൻ ഇല്ലാതായി. അതേപോലെ അക്കൗണ്ടിങ്ങിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവുമായിരിക്കുന്നു ഒരു അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിൽ. കാരണം അത്രയും വർക്കുകൾ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ കൂടി ചേർന്ന് ഓരോ വർക്കും സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് പണ്ട് കാലത്ത് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സ്മൂത്ത് ആയിട്ട് പോയത്. ബട്ട് ഇപ്പോ ഒരു അക്കൗണ്ടന്റും അയാൾക്ക് ഒരു കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ലോകം മാറി. സോ കമ്പ്യൂട്ടറിന്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ ജോബ് റീപ്ലേസ്മെന്റിന് അല്ലെങ്കിൽ എന്താ പറയാ അൺഎംപ്ലോയ്മെന്റിന് കാരണമായിട്ടുണ്ട്. ബട്ട് ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഈ ഒരു കോമ്പറ്റീഷൻ കൂടിയ വേൾഡിൽ നല്ല സ്കില്ലുള്ള അല്ലെങ്കിൽ IT സ്കില്ലുള്ള ലേബേഴ്സിനെ ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളിപ്പോ ബിടെക് പഠിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്റെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പുള്ളവർ പഠിച്ചതുപോലെ തന്നെ നിങ്ങളും തിയറി പഠിച്ചു. ബട്ട് കമ്പ്യൂട്ടറിന്റെ ഇൻവെൻഷൻ നമ്മുടെ ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ അത് നിങ്ങൾക്കും ക്ലിയർ ആവണം, അല്ലെങ്കിൽ നിങ്ങളും അതിലെന്താണ് ട്രെയിൻഡ് ആവണം എന്നുള്ളത് കൊണ്ടാണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് സോഫ്റ്റ്വെയർസും മറ്റു കാര്യങ്ങളും നിങ്ങളെയും എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. സോ
Elimination of routine and manual jobs is an unethical problem initiated by the computers in the workplace. Then health and safety problems. What are the health and safety problems by usage of computer? നമ്മൾ നേരത്തെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രോബ്ലംസ്. ദ ഇൽ എഫക്ട്സ് ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, എസ്പെഷ്യലി ഓൺ വുമൻസ് ആൻഡ് pregnant employees. Then mental stress, wrist problem known as carpal tunnel syndrome. അതായത് നമ്മുടെ റിസ്റ്റ് പ്രോബ്ലം, നമ്മൾ മൗസ് ഒരുപാട് നേരം ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ 8-9 മണിക്കൂർ ഫുൾ ടൈം നമ്മൾ മൗസും കീബോർഡ് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റിസ്റ്റിനും ഫിംഗേഴ്സിനൊക്കെ വരും ഒരു പ്രശ്നം വരും അല്ലെ, ഒരു ഫാറ്റീഗ് വരും. ആ ഒരു രോഗത്തെയാണ് അല്ലെങ്കിൽ ആ ഒരു സന്ധി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ജോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തെയാണ് CTS എന്ന് പറയുന്നത്, അതായത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ദെൻ ബാക്ക് പെയിൻ ഡ്യൂ ടു പുവർ എർഗണോമിക് സീറ്റിംഗ് ഡിസൈൻ. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇരിക്കേണ്ടുന്ന ഒരു ജസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കേണ്ടുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ ഉണ്ട്. അത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴേക്ക് നമുക്കറിയാം ലോങ് ഒക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നടുവേദന വരും. അത് കാരണം കാർ ഡ്രൈവ് ചെയ്തതിലുള്ള തെറ്റായ സംഭവം കൊണ്ടല്ല, അല്ലെങ്കിൽ റോഡിന്റെ പ്രശ്നം കൊണ്ടല്ല, നമ്മുടെ ഇരുത്തത്തിന്റെ പ്രശ്നം കൊണ്ടാണ്, സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ പ്രശ്നം കൊണ്ടാണ്. അതേപോലെ കമ്പ്യൂട്ടർ ദിവസം 8 മണിക്കൂറൊക്കെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആള്, അയാളുടെ സീറ്റിംഗ് പൊസിഷൻ അതൊരു എർഗണോമിക് സീറ്റിംഗ് ഡിസൈൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബാക്ക് പെയിൻ ഒക്കെ ഒഴിവാക്കാൻ പറ്റും. സോ ബാക്ക് പെയിൻ ഡ്യൂ ടു പുവർ എർഗണോമിക് സീറ്റിംഗ് ഡിസൈൻ ആൻഡ് ഐ സ്ട്രെയിൻ ഡ്യൂ ടു പുവർ ലൈറ്റിംഗ് ആൻഡ് ഫ്ലിക്കേഴ്സ് ഇൻ ദി ഡിസ്പ്ലേ ആൻഡ് ലോങ് എക്സ്പോഷർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് നേരം ഡിസ്പ്ലേയിൽ നോക്കി നിൽക്കുമ്പോൾ. അതേപോലെ നമ്മുടെ റൂമിൽ ആവശ്യത്തിന് ലൈറ്റ് ഇല്ല, ബട്ട് ഡിസ്പ്ലേയിൽ നല്ല ബ്രൈറ്റ്നസ് ഉള്ള ലൈറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മളിപ്പോ രാത്രിയൊക്കെ ബെഡിൽ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഫോൺ നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കണ്ണ് വല്ലാതെ ഇറിറ്റേറ്റഡ് ആവും അല്ലെ, കണ്ണിൽ ഭയങ്കര ഒരു സ്ട്രെയിൻ നമുക്ക് ഫീൽ ചെയ്യും. അത് തന്നെയാണ്, അതായത് നമ്മളിപ്പോ പുവർ ലൈറ്റിംഗ് കാരണമാണ് അവിടെ നമുക്ക് സ്ട്രെയിൻ ഉണ്ടാകുന്നത്. അതേപോലെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോഴും ഈ പുവർ ലൈറ്റിംഗ് കാരണം സ്ട്രെയിൻസ് ഉണ്ടാവാം. അതേപോലെ ഫ്ലിക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ ഫ്ലിക്കറിങ് നടക്കുക വെച്ചാൽ എന്താ പറയാ, തെളിയാതെ നിൽക്കുക, അല്ലെങ്കിൽ സ്ക്രീൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആ ഒരു അവസ്ഥ. ഇതൊക്കെ നമ്മുടെ കണ്ണിനെയും എന്ത് ചെയ്യും, നല്ല രീതിയിൽ ബാധിക്കും. ഓവർ എ പീരീഡ് ഓഫ് ലോങ് എക്സ്പോഷർ ദീസ് ആർ എക്സ്പെക്ടഡ് ടു affect the health and safety of the people. The computer designers should take care of these aspects, and management should monitor these aspects, and management should monitor the health and safety of the computer personnel. So ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഇത്രയും കാര്യങ്ങൾ, അയാളുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ അവിടെയുള്ള മാനേജ്മെന്റും ശ്രദ്ധിക്കണം. അതേപോലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ ഏരിയ ഡിസൈൻ ചെയ്യുന്ന ആളും ശ്രദ്ധിക്കണം. അയാളുടെ സീറ്റിങ്ങിനുള്ള കൃത്യമായ എർഗണോമിക് പോസ്ചർ ആണ്, അല്ലെങ്കിൽ എർഗണോമിക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ അവിടെയുള്ള എംപ്ലോയീസിന് കമ്പ്യൂട്ടർ നിരന്തരം യൂസ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള ബാക്ക് പെയിന്, ഇതേപോലെ ജോയിന്റ് പെയിന്, അല്ലെങ്കിൽ CTS എന്ന് പറയുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം, അതല്ലെങ്കിൽ കണ്ണിന് വരാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയും മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. മാനേജ്മെന്റ് എപ്പോഴും അതിനെപ്പറ്റി ബോധേഡ് ആയിരിക്കണം. സോ ദീസ് ആർ ദി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രോബ്ലം ബൈ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പൊ ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രോബ്ലം അതൊരു അൺഎത്തിക്കൽ ബിഹേവിയർ ആണ്. എത്തിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വെൽബീയിങ്ങിന് അനുകൂലമാകുന്നതൊക്കെ എത്തിക്കലാണ്, അതിന് പ്രതികൂലമാകുന്നതൊക്കെ അൺഎത്തിക്കലാണ്. നമ്മുടെ വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത് വെൽബീയിങ് മെഷർ ചെയ്യാനുള്ള ഏറ്റവും വലിയ ടൂളാണ്. അപ്പൊ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ഉപയോഗിച്ചതിനെ കൊണ്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, അപ്പൊ അവിടെ ഒരു അൺഎത്തിക്കൽ ആക്ട് നടന്നു എന്നാണ് അർത്ഥം. അതായത് ഒരു കമ്പനി കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു എംപ്ലോയിക്ക്, പക്ഷെ ഇരിക്കാൻ ഒരു സ്റ്റൂളാണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചോ, ആ സ്റ്റൂള് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ചെയ്യുന്ന അൺഎത്തിക്കൽ ആക്ട് ആണ് അത്. കാരണം ആ സ്റ്റൂളിൽ ഇരുന്നുകൊണ്ട് 8-9 മണിക്കൂർ ഒരാൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒരു സ്റ്റൂളിന് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാളുടെ ഹെൽത്തിന് പ്രശ്നമാണ്, ബാക്ക് പെയിനും മറ്റ് ജോയിന്റ് പെയിനുകളൊക്കെ വരാം. സോ അവിടെ എർഗണോമിക് ആസ്പെക്ട് നടപ്പിലാക്കിയില്ല എന്നുള്ളതായിരിക്കും ഫൈൻഡിങ്. അങ്ങനെ വരുമ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ പ്രശ്നമുണ്ട്. ദാറ്റ് ഈസ് എൻ അൺഎത്തിക്കൽ ബിഹേവിയർ. സോ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസിനാണ് നമ്മൾ അൺഎത്തിക്കൽ ആക്ടുകൾ എന്ന് പറയുന്നത്. സോ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. എലിമിനേഷൻ ഓഫ് ജോബ്സ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ദെൻ കമ്പ്യൂട്ടർ ഫെയിലിയർ. ഇതും വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന, ഒരു ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു അൺഎത്തിക്കൽ ആക്ട് ആണ്. ഫെയിലിയർ ഇൻ കമ്പ്യൂട്ടേഴ്സ് മേ ബി ഡ്യൂ ടു എറേഴ്സ് ഇൻ ദ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ. Hardware errors are rare and they can be solved easily and quickly, but the software errors are very serious as they can stop the endeavor. Testing and quality of system for software have gained relevance and importance in the recent past to avoid or minimize these errors. അപ്പോൾ കമ്പ്യൂട്ടർ ഫെയിലിയർ, ഞാനൊരു കമ്പനിയിൽ സുപ്പീരിയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ അണ്ടറിൽ ഒരു 10 പണിക്കാരുണ്ട്. ഈ 10 ആൾക്കാരും കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് ആണ്, അക്കൗണ്ടൻസ് ആണെന്ന് കൂട്ടിക്കും. ഈ
ഈ അക്കൗണ്ടൻസ് കൃത്യമായിട്ട് അവരുടെ വർക്ക് പെർഫോം ചെയ്താൽ മാത്രമേ എന്റെ കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്യുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ റൺ ചെയ്താൽ മാത്രമേ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവൂ. അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടായാൽ മാത്രമേ എന്റെ വെൽബീയിങ് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എന്റെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ എന്റെ ഡിസയറിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോകുള്ളൂ. ഇൻ കേസ് എന്റെ 10 വർക്കേഴ്സിന്റെ ഒരു 4 ആൾക്കാരുടെ കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നം പറ്റി, ഇന്ന് രാവിലെ തൊട്ട് ആ കമ്പ്യൂട്ടറെല്ലാം ഷട്ട് ഡൗൺ ആയി കിടക്കുകയാണ്, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 4 ആൾക്കാരുടെ വർക്കുകൾ പെൻഡിങ് ആവും. ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ വർക്ക് പെൻഡിങ് ആവും. അങ്ങനെ വരുമ്പോൾ കമ്പനിയുടെ നമ്മുടെ ഡെയിലി ടേൺ ഓവർ അല്ലെങ്കിൽ ഒരു മന്ത്ലി ടേൺ ഓവർ കുറയും. അതായത് കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കുറയും. അങ്ങനെ വരുമ്പോൾ പ്രോഫിറ്റ് കുറയും. അങ്ങനെ വരുമ്പോൾ എന്റെ ഡിസയറും റിക്വയർമെന്റും അനുസരിച്ചിട്ടുള്ള പെർഫോമൻസിന്റെ കമ്പനിക്ക് വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്റെ വെൽബീയിങ്ങിനെ ബാധിക്കൂലേ. അപ്പൊ അത് കമ്പ്യൂട്ടർ ഫെയിലിയർ കാരണമാണ് ഉണ്ടായിട്ടുള്ളത്. സോ കമ്പ്യൂട്ടർ ഫെയിലിയർ ഈസ് ആൻ അൺഎത്തിക്കൽ ആക്ട്, അല്ലെങ്കിൽ ഒരു അൺഎത്തിക്കൽ അൺഎക്സ്പെക്ടഡ് ആക്ട് ആയിരിക്കും മിക്കവാറും കമ്പ്യൂട്ടർ ഫെയിലിയർ. ഫെയിലിയർ ഇൻ കമ്പ്യൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ വരാം. ഹാർഡ്വെയറിലും വരാം, സോഫ്റ്റ്വെയറിലും വരാം. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാർഡ്വെയർ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. മോണിറ്റർ, കീബോർഡ്, മൗസ്, അങ്ങനെയുള്ള. അതിലേക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ബട്ട് സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ, നിങ്ങളുടെ ലാപ്ടോപ്പ് എന്തെങ്കിലും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വൈറസ് എഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മൊത്തം സിസ്റ്റം അല്ലെങ്കിൽ മൊത്തം മെമ്മറി കട്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോവുക, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലുള്ള ഫയലുകളൊക്കെ നഷ്ടപ്പെട്ടു പോവുക, ഇങ്ങനെയുള്ളതൊക്കെ വരാം. ഈ അടുത്ത് എനിക്കും വന്നു. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു മാസക്കാലത്തെ എക്സാമിനിടയിൽ എന്റെ ലാപ്ടോപ്പിന്റെ ഹാർഡ് ഡിസ്കിലെ കംപ്ലീറ്റ് ഡാറ്റാസ് എങ്ങനെയാണെന്ന് അറിയില്ല, എല്ലാം എറേസ് ആയി. ഇപ്പൊ ഫ്രഷ് ആയി കിടക്കുക. ലാബ് എന്താ പറയാ, പുതിയ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയായിരുന്നു ഈ 2 ദിവസം മുമ്പേ. അതിനുശേഷം ഞാൻ നിങ്ങളുടെ ഈ PPTയും കാര്യങ്ങളൊക്കെ മെയിൽ അറ്റാച്ച് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഇപ്പൊ എന്റെ കമ്പ്യൂട്ടറിന്റെ പോലും അവസ്ഥ. അതായത് സോഫ്റ്റ്വെയർ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആക്ട് ആണ്, ഇറ്റ് ഈസ് അൺഎത്തിക്കൽ ആക്ട്. ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. എന്റെ കോളേജിലുള്ള എല്ലാ ഡാറ്റാസും എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ ഈ സ്റ്റഡി മെറ്റീരിയൽസ് നഷ്ടപ്പെട്ടു, എന്റെ റെഫറൻസുകൾ നഷ്ടപ്പെട്ടു, എന്റെ ബിടെക് ലൈഫ് തൊട്ട് ഇതുവരെയുള്ള എന്റെ എല്ലാ ഡോക്യുമെന്റ്സ്, എന്റെ ഫാമിലി ഡോക്യുമെന്റ്സ്, മറ്റ് ഫോട്ടോസ്, മറ്റ് ഫങ്ഷൻസിന്റെ കാര്യങ്ങൾ എല്ലാം പോയി. അപ്പം ശരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അല്ലെ. അതൊരു അൺഎത്തിക്കൽ ബിഹേവിയർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു അൺഎത്തിക്കൽ ബിഹേവിയറിന്റെ റിസൾട്ട് ആയിട്ടാണ് ആ സമയത്ത് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാവുന്നത് അല്ലെ. സോ കമ്പ്യൂട്ടർ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു അൺഎക്സ്പെക്ടഡ് ആക്ട് ആണ്, വിച്ച് ഇസ് എ കോസ് ഫോർ അൺഎത്തിക്കൽ ആക്ട്. ദെൻ ദ പ്രോപ്പർട്ടി ഇഷ്യൂ കൺസേൺ വിത്ത് കമ്പ്യൂട്ടേഴ്സ്. കുറച്ച് പ്രോപ്പർട്ടി റിലേറ്റഡ് ഇഷ്യൂസും കമ്പ്യൂട്ടർ കൊണ്ടുണ്ട്. കമ്പ്യൂട്ടേഴ്സ് ഹാവ് ബീൻ യൂസ് ടു എക്സ്റ്റോർട്ട് മണി ത്രൂ അനോണിമസ് ടെലിഫോൺ കോൾസ്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അക്കൗണ്ടിൽ നിന്ന് പൈസ ലൂട്ട് ചെയ്യുക അല്ലെ. മറ്റുള്ള ഒരു ഔട്ട്സൈഡർ ബാങ്കിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ വിളിക്കുകയും നമ്മളുടെ ഫോണിൽ പിൻകോഡ് അല്ലെങ്കിൽ OTP ഒക്കെ വാങ്ങിച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ കവരുന്ന ഒരു അവസ്ഥ, അതും ബൈ യൂസേജ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. അപ്പൊ അവിടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആണ്. അതായത് പണം എന്നുള്ളത് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയാണ്, നമ്മുടെ ഒരു സ്വത്താണ്. അതിൽ പോലും കമ്പ്യൂട്ടേഴ്സിന് എന്തുണ്ട്, ഒരു അൺഎത്തിക്കൽ റോൾ ഉണ്ട്. കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ് ടു ചീറ്റ് ആൻഡ് സ്റ്റീൽ ബൈ കറണ്ട് ആസ് വെൽ ആസ് പ്രീവിയസ് എംപ്ലോയീസ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ, അതായത് നിലവിലുള്ള എംപ്ലോയീസിനെയും മറ്റുള്ള എംപ്ലോയീസിനെയും, മുമ്പ് ഉണ്ടായിരുന്ന എംപ്ലോയീസിനെയൊക്കെ ചീറ്റ് ചെയ്യാനും അവരെ കവരാൻ, അല്ലെങ്കിൽ അവരെ എന്താ പറയാ ബുദ്ധിമുട്ടിക്കാനൊക്കെ കമ്പ്യൂട്ടേഴ്സിന് പറ്റും. ചീറ്റിംഗ് ഓഫ് ആൻഡ് സ്റ്റീലിംഗ് ഫ്രം ദി കസ്റ്റമേഴ്സ് ആൻഡ് ക്ലയൻസ്. ചിലപ്പോൾ നമ്മളെ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനെയും ക്ലയൻസിനെയും അവരിൽ നിന്ന് നമ്മളും പറ്റിക്കപ്പെടാം, നമുക്ക് തിരിച്ച് അവരെയും പറ്റിക്കാം ബൈ യൂസേജ് ഓഫ് കമ്പ്യൂട്ടർ. വയലേഷൻ ഓഫ് കോൺട്രാക്ട്സ് ഓൺ കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസസ്. കോൺട്രാക്ട്സ്, അതായത് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസിൽ വരുന്ന കോൺട്രാക്ട്സ് വയലേഷൻസ്, നമ്മൾ ഏറ്റെടുത്ത ജോലികൾ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് ഏറ്റെടുത്ത ജോലികൾ ചെയ്യാതിരിക്കുന്നതിനാണ് വയലേഷൻ ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ വെൽബീയിങ്ങിന് ഒരു ഇൻവേഴ്സ് എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ്, വിച്ച് ഈസ് ആൻ അൺഎത്തിക്കൽ ആക്ട്. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചത് കുറെ എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠിച്ചത്. ഒന്ന്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൽ കീപ്പ് ചെയ്യേണ്ടുന്ന കുറെ ഡിസിപ്ലിൻസും കാര്യങ്ങളും. പിന്നെ നമ്മൾ പഠിച്ച് എൻവിയോൺമെന്റൽ എത്തിക്സ്, നമ്മുടെ സറൗണ്ടിങ് അല്ലെങ്കിൽ നമ്മുടെ എൻവിയോൺമെന്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് എത്തിക്കൽ ആക്ട്, അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ബിഹേവിയറിൽ നമ്മൾ എൻവിയോൺമെന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, ഒരു എൻവിയോൺമെന്റുമായിട്ട് ചെയ്യാൻ പാടുള്ളത് എന്തൊക്കെ, ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെ. ഇനി ഒരു ബിസിനസ് എന്റർപ്രണർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉള്ള കോഡ്സ് ഓഫ് കണ്ടക്ട്സും റൂൾസ് ആൻഡ് റെഗുലേഷനും റിലേറ്റ് ചെയ്യുന്നതാണ് ബിസിനസ് എത്തിക്സ്. ദെൻ കമ്പ്യൂട്ടർ എത്തിക്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു കമ്പ്യൂട്ടർ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന മിക്കവാറും ഇപ്പൊ എല്ലാ കമ്പനികളിലും
അല്ലെങ്കിൽ ഏത് ഫേം ആവട്ടെ, ഇനി ചെറിയ യൂണിറ്റ് തൊട്ട് വലിയ യൂണിറ്റ് വരെയുള്ള MNC വരെ ആവട്ടെ, അവിടെയൊക്കെ കമ്പ്യൂട്ടർ യൂസേജ് എല്ലാ ഫേമിനകത്തും ഉണ്ട്. അവിടെയും നമുക്ക് ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കുറച്ച് കാര്യങ്ങളെ റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് കമ്പ്യൂട്ടർ എത്തിക്സ്. അപ്പോ ഒരു എഞ്ചിനീയർ, ഇനിയാണ് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഇത്രയും എത്തിക്സ്, ഇപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത എത്തിക്സ് മേഖലകളിലൊക്കെ ഒരു എഞ്ചിനീയർക്കുള്ള റോൾ എന്താ? ഒരു എഞ്ചിനീയർ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഡീൽ ചെയ്യുന്നത്? നമ്മൾ എത്തിക്കൽ ബിഹേവിയർ കീപ്പ് ചെയ്യുന്ന ആളായിരിക്കണം എഞ്ചിനീയർ. സോ അതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുക. എഞ്ചിനീയേഴ്സ് ആസ് മാനേജേഴ്സ്. ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു മാനേജർ എന്നുള്ള നിലയ്ക്ക് എഞ്ചിനീയേഴ്സ് എന്തൊക്കെ ചെയ്യണം? ഇപ്പൊ കമ്പ്യൂട്ടർ എത്തിക്സ് കൃത്യമായിട്ട് അയാളുടെ ഫേമിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് അയാൾ ഉറപ്പുവരുത്തണം. ബിസിനസ് എത്തിക്സ് ആ കമ്പനിക്കകത്ത് കൃത്യമാണോ എന്ന് നോക്കണം. എൻവയോൺമെന്റൽ എത്തിക്സ് കമ്പനിക്കകത്ത് കൃത്യമാണോ എന്ന് നോക്കണം. അങ്ങനെ ഓരോ ഭാഗത്തും എത്തിക്കൽ ആക്ടുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ബിഹേവിയർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എഞ്ചിനീയർ ആസ് മാനേജർ. സോ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതേപോലെ ചില കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. എന്താണ് ഈ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ്? അതേപോലെ എഞ്ചിനീയേഴ്സ് ആസ് എക്സ്പേർട്ട് വിറ്റ്നസ് ആൻഡ് അഡ്വൈസേഴ്സ്, ദെൻ എഞ്ചിനീയേഴ്സ് ആസ് എ പ്രൊവൈഡർ ഓഫ് മോറൽ ലീഡർഷിപ്പ്. ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും ഏരിയയിൽ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇഷ്യൂസ് ആണ് ഇതൊക്കെ. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഇഷ്യൂ ആണ്, ഒരു രാജ്യത്തിന്റെ മാത്രം കാര്യമല്ല. ആഗോളതലത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് എൻവയോൺമെന്റൽ എത്തിക്സ്, പ്രകൃതിയെ ചൂഷണം ചെയ്യപ്പെടുക. അതേപോലെ തന്നെ ആഗോളതലത്തിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന കാര്യവും ഉണ്ട്. അൺഎത്തിക്കൽ ബിഹേവിയർ ബിസിനസ് മേഖലകളിൽ എല്ലാ രാജ്യത്തും നടക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ എത്തിക്സ് ഒരു രാജ്യത്തിൽ മാത്രമല്ല, ലോകത്ത് എവിടെയൊക്കെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെയും അൺഎത്തിക്കൽ ബിഹേവിയേഴ്സ് നടക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ പോലും കമ്പ്യൂട്ടറിൽ അൺഎത്തിക്കൽ ബിഹേവിയർ ഫോളോ ചെയ്യുന്നവരാണ്. കാരണം നമ്മൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിനകത്ത് ഉപയോഗിക്കുന്ന പിന്നെ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസോ അല്ലെങ്കിൽ മറ്റെന്തോ ആവട്ടെ, ഇതൊക്കെ ക്രാക്ഡ് വേർഷൻസ് ആണ്. നിങ്ങൾ ആരും പേ ചെയ്ത് വാങ്ങി ചെയ്തൊന്നും അല്ല. അപ്പൊ ഈ ക്രാക്ഡ് വേർഷൻസ് ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPR വയലേഷൻ ആണ്. അപ്പൊ IPR വയലേഷൻ നടത്തിയിട്ടാണ് ഈവൻ ഞാൻ പോലും ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് IPR വയലേഷന്റെ ഭാഗമായിട്ടാണ്. കാരണം എന്റെയിലും OS ഉള്ളത് വിൻഡോസ് 10 ആണെങ്കിലും വിൻഡോസ് 7 ആണ്, ഏതോ ആട്ടെ ക്രാക്ഡ് വേർഷൻസ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. സോ ഈ ഒരു അൺഎത്തിക്കൽ ആക്ട് ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് അൺഎത്തിക്കൽ ബിഹേവിയർ ഇല്ലാതെ എത്തിക്കൽ ബിഹേവിയർ ജനറേറ്റ് ചെയ്യുക, അതുവഴി കമ്പനിയെ റൺ ചെയ്യുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ എഞ്ചിനീയർ ആസ് മാനേജർ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഐ തിങ്ക് ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ?